തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നെട്ടയത്ത് നിന്ന് മണികണ്ഠേശ്വരം പോകുന്ന വഴിക്ക് ഒരു വീട്ടിന് മുകളിൽ കൂടി മരം വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ രണ്ടാമത്തെ നിലയിലെ മുകളിൽ ഒരു റൂഫ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലാണ് വീണത്. ആ റൂഫ് മൊത്തത്തിൽ തകർന്നിട്ടുണ്ട്. ഈ വീട് സത്യാനന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ചേട്ടാ ഇത് എപ്പോഴായിരുന്നു? ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു അല്ലേ? എപ്പോഴാ ഇത് മരം വീണേ? ഒരു 6 മണിയോടെ വൈകിട്ട് 6 മണിയോടെ. എന്നിട്ട് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇത് ചാഞ്ഞു വരുന്നത് കണ്ടു. അത് കണ്ടോണ്ട് ഞാൻ പേടിച്ചു ഓടി. മറിഞ്ഞ് അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയത്. മേളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും താഴത്തെ നിലയിലായിരുന്നു. ശരി, വീട്ടില് കേടുപാട് എന്തൊക്കെയാ സംഭവിച്ചത്? റൂഫ് കംപ്ലീറ്റും പോയി, പിന്നീട് ചുവരെല്ലാം പൊട്ടലുണ്ട്. ഇവിടെ മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാറ്റിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാര്യവട്ടത്ത് ക്യാമ്പസിൽ അധ്യാപകർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുകളിൽ കൂടി മരം വീണിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന് മുകളിൽ മരം വീണ് നാശനഷ്ടം സംഭവിച്ചു. ഞാൻ നേരത്തെ നിന്ന സത്യാനന്ദൻ ചേട്ടന്റെ വീട്ടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം അകലെയാണ്. ആര്യ നഗർ എന്നാണ് പേര്. ഒരു പോക്കറ്റ് റോഡാണ്. ഇവിടെ 2 പോസ്റ്റുകളാണ് ഇന്നലെ ഈ കാറ്റത്ത് മറിഞ്ഞു വീണ് കിടക്കുന്നത്. നോക്കൂ, നമുക്ക് കാണാം എന്ത് അപകടാവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. റോഡിന്റെ കുറുകെ കിടപ്പുണ്ട് 2 പോസ്റ്റുകൾ. ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് മരവും വീണിട്ടുണ്ട്. മരം കടപുഴകി വീഴുന്നതും തൊട്ടപ്പുറത്തുണ്ട്. KCBക്ക് തിരുവനന്തപുരത്ത് പിടിപ്പത് ജോലിയുണ്ട്. ഇപ്പോൾ അവിടെ ആ വീടിന്റെ പരിസരത്തേക്ക് മരം വീണ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ആ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്നലത്തെ കാറ്റ് സംഭവിക്കുന്ന കാലത്ത്, ഇന്നലത്തെ വൈകുന്നേരത്തെ കാറ്റ് അടിച്ച് പോയതാണ് എല്ലാം. അവിടെ 2 പോസ്റ്റ്, ഇവിടെ ഒരു പോസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് കണ്ട ആ മരം, തേക്ക് മരം, പിന്നെ ഈ മരം, ഇതെല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗേറ്റിന്റെ പുറത്തൂടെയാണ് വീണ. ഗേറ്റൊക്കെ നല്ല ഞണങ്ങി ഇതായിട്ട് കിടക്കുകയാണ്. ഇതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തിരുവനന്തപുരത്തെ സംസ്ഥാന ഓഫീസ്, വെള്ളയമ്പലത്തെ ഓഫീസ്. ഇന്നലത്തെ ശക്തമായ കാറ്റിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ആസൂത്രണം നടത്തുകയും ചെയ്യുന്ന ഈ ഓഫീസിന് പോലും രക്ഷയുണ്ടായില്ല. കാരണം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെ വളപ്പിലുള്ള മരത്തിൽ നിന്ന് ചില്ല ഒടിഞ്ഞു വീണ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിന്റെ ബോർഡ് തകർന്നു വീണിരിക്കുകയാണ്. ഈ റോഡരികിലുള്ള മരത്തിന്റെ ചില്ല ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിനകത്തുള്ള പ്ലാവിന് മുകളിലേക്ക് വീഴുകയും അങ്ങനെ അകത്തുള്ള ചില്ല വന്ന് ഈ ബോർഡിന് മുകളിലേക്ക് പതിച്ചുമാണ് ഈ ബോർഡ് തകർന്നത്. ഈ മൺസൂണിന് മുൻപായി ഈ പ്രവർത്തികൾ, അതായത് മരങ്ങൾ വെട്ടിയൊരുക്കുന്ന പ്രവർത്തികൾ നടപ്പാക്കണമെന്ന് അതോറിറ്റി ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയതാണ്. പക്ഷേ അത് ശരിയായി നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം റോഡരികിൽ ഈ മരത്തിൻ്റെ ചില്ലകളെല്ലാം തന്നെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ കാറ്റിൽ വലിയ അപകടം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ മരങ്ങൾ മറിഞ്ഞു വീണപ്പോൾ മാത്രമാണ് ഇന്ന് രാവിലെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാർ മരങ്ങൾ വെട്ടിമുറിക്കുന്ന പ്രവൃത്തിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ക്യാമറ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.